ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ സ്ലിറ്റ് ചുരിദാർ അടിക്കുമ്പോൾ അതിൻ്റെ സ്ലിറ്റും അതേപോലെ തന്നെ ചുരിദാറിൻ്റെ താഴ്ഭാഗം മടക്കിയടിക്കൽ നമുക്ക് ഒരൊറ്റ സ്റ്റിച്ചിൽ കൂടെ എങ്ങനെ ചെയ്യാൻ നോക്കട്ടെ. സിമ്പിളായ മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ തന്നെ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ചുരിദാറിൻ്റെ നെക്കും സ്ലീവും എല്ലാം ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നമുക്ക് സ്ലിറ്റിൻ്റെ അടയാളപ്പെടുത്തിയിട്ട് ഏത് ഭാഗത്താണ് നമ്മൾ ഹിപ്പ് റൗണ്ട് വരുന്നതെങ്കിൽ അവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ്. അപ്പോൾ കറക്റ്റ് അളവിൽ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നന്നായി ഒന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതേപോലെ നമ്മൾ ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കില്ല നാലാക്കിയിട്ട് അതേപോലെ നാലാക്കിയിട്ട് തന്നെ ഇതേപോലെ ഫോൾഡ് ചെയ്തിടുക കേട്ടോ. എന്നിട്ട് അതിന് നല്ല നീറ്റാക്കിയിട്ട് ഇടണം. അടിഭാഗമൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് എക്സ്ട്രാ കുറച്ച് ഞാൻ തയ്യൽ തുമ്പിട്ടുണ്ട്, അതാണ് കാണുന്നത്. അത് ലാസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് കളയുള്ളൂ കേട്ടോ. ചെറിയ കുട്ടിയുടെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തില്ലേ, മാർക്ക് ചെയ്തിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലോക്ക് ചെയ്ത് കൊടുത്തുനിന്ന് 1 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യുക കേട്ടോ ഫസ്റ്റ്. പിന്നീട് നമ്മൾ ലോക്ക് ചെയ്ത ഹിപ്പ് ലെങ്ത്ത് ലോക്ക് ചെയ്തില്ലേ, അവിടുന്ന് താഴേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ ലോക്ക് ചെയ്ത സ്റ്റിച്ച് അവസാനിച്ച ആ ഒരു ഭാഗത്തു നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക. അതിൻ്റെ ശേഷം ഇതേപോലെ തന്നെ ആ 1 ഇഞ്ച് പുറത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, അതേപോലെ തന്നെ താഴേക്കും അതേപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് താഴെ വരെ ഇതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആ 1 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തില്ല അവിടെയും ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ ചെയ്യണത്. പിന്നെ അതിന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഇതാക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഈ 1 ഇഞ്ചിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടില്ലേ, അതിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന എക്സ്ട്രാ പീസസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ അത് 4 സൈഡും ഒരേപോലെ ആയിരിക്കാൻ വേണ്ടി നമ്മൾ 4 സൈഡും ഒരുപോലെ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കട്ടെ. ആ കട്ടിട്ട് കൊടുക്കൽ നമ്മൾ ലോക്ക് ചെയ്തില്ല അതിൻ്റെ ഒരു 1/4 ഇഞ്ച് മുകൾക്കാക്കിയിട്ടാണ് കേട്ടോ കട്ടിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ലോക്ക് ചെയ്തിരിക്കണമെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ കുറച്ച് മുകൾക്കായിട്ടാണ് നമ്മൾ കട്ടിട്ട് കൊടുക്കേണ്ടത്. ആ മടക്കി വരുന്ന ഒരു ഭാഗം കേട്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തിയിട്ടുള്ള ഭാഗത്തിൻ്റെ കുറച്ച് ഒരു 1/4 ഇഞ്ച് മുകൾക്കാണ് കേട്ടോ കട്ടിട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് സ്ലിറ്റ് അടിച്ച് തുടങ്ങാം. അപ്പോൾ നോർമലായിട്ട് ചെയ്യണ പോലെ തന്നെ ഒരു ഭാഗത്തു നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നല്ല നീറ്റാക്കി വെച്ചിട്ട് നമ്മൾ 2 ഫോൾഡാക്കിയിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്ക്, പിന്നെ വീണ്ടും 1/2 ഇഞ്ചും കൂടി നമ്മൾ മൊത്തം 1 ഇഞ്ചാണല്ലോ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ക്ലോത്ത് ഇതേപോലെ മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല നീറ്റായിട്ട് തന്നെ മടക്കുക, അതെല്ലാം വളഞ്ഞ് തിരിഞ്ഞിങ്ങനെ വലിക്കാനൊന്നും പാടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു സ്ലിറ്റിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ കംപ്ലീറ്റ്, അതായത് അടുത്ത സ്ലിറ്റ് അടിക്കും, അതിന് ശേഷം താഴെ ഭാഗം ഫോൾഡ് ചെയ്തിട്ട് അത് മടക്കി അടിക്കും, അതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡ് സ്ലിറ്റ് അടിക്കും. അങ്ങനെ ഫുൾ ഒരൊറ്റ സ്റ്റിച്ചിൽ തന്നെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ 2 ഭാഗത്ത് സ്ലിറ്റിൻ്റെ അടിക്കലും കഴിയും, അതുപോലെ തന്നെ 2 വശം ടോപ്പിൻ്റെ എൻഡ് വശം മടക്കി അടിക്കലും കഴിയും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗം മടക്കി അടിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ എത്തിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ലോക്ക് ചെയ്ത ഒരു ഭാഗം എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ സൂചി കുത്തി നിർത്തുക കേട്ടോ. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേപോലെ തിരിച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡത്തെ സ്ലിറ്റിൻ്റെ അടിക്കാനുള്ള ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ട് ഇതേപോലെ മടക്കി വെക്കുക കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക, അതായത് ആ നമ്മൾ നിർത്തിയ സ്ലിറ്റിൻ്റെ ആ ഒരു എൻഡ് വശത്തു നിന്ന് ഇതേപോലെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ഫസ്റ്റ് ചെയ്യണത്. അതിന് ശേഷം ഇതേപോലെ സൂചി കുത്തി നിർത്തുക, എന്നിട്ട് വീണ്ടും നമ്മൾ തുണീനെ മൂവ് ചെയ്തിട്ട് അങ്ങനെ ഇതേപോലെ ആക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ താഴേക്കാണ് സ്റ്റിച്ച് ചെയ്യുക, അതായത് നമ്മൾ ഫസ്റ്റ് താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നു, അതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ചെറിയൊരു സ്റ്റിച്ച് കൊടുത്തു, അതിന് ശേഷം വീണ്ടും സൂചി കുത്തി നിർത്തി ഇനി നേരെ താഴേക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. അപ്പോൾ ഇതേപോലെ ഇനി നേരെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരും കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ താഴെ എത്തുന്നതിൻ്റെ ഒരു ഇഞ്ച് മുകൾക്കൊക്കെ ആക്കിയിട്ട് നമ്മളവിടെ സൂചി കുത്തി നിർത്തുക കേട്ടോ. ഇതേപോലെ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതിന് ശേഷം താഴത്തെ എൻഡ് വശം ഉണ്ടല്ലോ, ആ ഭാഗം ഇതേപോലെ നമ്മൾ അരഞ്ച് വെച്ചിട്ട് തന്നെ 2 ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ 2 സ്ലിറ്റും അടിച്ച് കഴിഞ്ഞിട്ട് താഴെ വരുന്ന ഭാഗമാണ് കേട്ടോ ഇത്, അതായത് നമ്മുടെ ടോപ്പിൻ്റെ ഏറ്റവും എൻഡ് വശമാണ് ഇപ്പോൾ ഇത്. അവിടേക്ക് നമ്മൾ ഇതേപോലെ മെറ്റീരിയൽ സൂചിയും ഒന്നും എടുത്ത് മാറ്റിയിട്ടില്ല, മെഷീൻ നമ്മൾ മെറ്റീരിയൽ ഒന്നും എടുത്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതേപോലെ തിരിച്ച് 2 മടക്ക് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് അടിഭാഗം മടക്കിയെടുക്കാൻ ആ ഒരു പോർഷൻ എത്തി കഴിഞ്ഞാൽ ഇതേപോലെ തുണി തിരിച്ച് കൊടുക്കുക, എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സൈഡ് സ്ലിറ്റും കഴിഞ്ഞു, അതുപോലെ ഇതാ ടോപ്പിൻ്റെ ഒരു ഭാഗം, അതായത് ഫ്രണ്ട് പോർഷൻ്റെ എൻഡ് വശം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തും കഴിഞ്ഞു കേട്ടോ. കഴിയാറായി. ഇനിയിപ്പോൾ
ഇവിടേക്ക് ഇതേപോലെ സ്ലിറ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് ഓപ്പോസിറ്റ് സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് 1 ഇഞ്ച് മുകളിലാക്കിയിട്ട് അതേപോലെ നമ്മൾ സ്റ്റിച്ച് അവിടെ നിർത്തുക കേട്ടോ. മെഷീൻ്റെ മുകളിൽ സൂചി കുത്തിയിട്ട് അതുപോലെ അവിടെ നിർത്തി വെക്കുക. അതിൻ്റെ ശേഷം ഈ സ്ലിറ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ തുണി നമ്മൾ ഫോൾഡ് ചെയ്യുക. ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് വീണ്ടും ഒരു 1/2 ഇഞ്ച് ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ആ ഒരു സ്റ്റിച്ച് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് വെച്ച ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് മുട്ടിക്കുക. അതിൻ്റെ ശേഷം നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് മെറ്റീരിയലിനെ ഇതുപോലെ മൂവ് ചെയ്തിട്ട് ഇതേപോലെ സ്ട്രൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും അടിച്ച് വന്നപ്പോഴാണ് ഞാൻ അടിനൂല് കഴിഞ്ഞത് അറിഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം മുതൽ വീണ്ടും നൂല് ചുറ്റിയിട്ട് ആ ഒരു ഭാഗം അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ അത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ മുകൾക്കുള്ള സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മൾ മടക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ആ മടക്കിയ ഭാഗം വരെ സ്റ്റിച്ച് കൊടുത്തിട്ട് അവിടെ സൂചി കുത്തി നിർത്തുക കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ നോർമലായിട്ട് സ്ലിറ്റ് അടിക്കണപ്പോൾ തന്നെ ഇതേപോലെ മുകളിലേക്കാക്കിയിട്ട് മെറ്റീരിയൽ ഇതേപോലെ വെച്ചതിന് ശേഷം നോർമലായിട്ട് നമ്മൾ സ്ലിറ്റ് അടിക്കില്ല, അതേപോലെ തന്നെ ഇനി അവിടുന്ന് താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ സ്ട്രൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക കേട്ടോ. ഇതേപോലെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. എന്നിട്ട് നമ്മുടെ അതിൻ്റെ വശം എത്തുമ്പോൾ അവിടെ വീണ്ടും സൂചിനെ കുത്തി നിർത്തുക. അതിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുകയായിട്ട് ചെയ്യുക. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുണി മൂവ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ക്ലോത്ത് സൂചി ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് തിരിക്കരുത്. സൂചി കുത്തി നിർത്തിയതിന് ശേഷം വേണം കേട്ടോ തിരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തി ഇനി അവിടെ നമ്മൾ സൂചിനെ അങ്ങനെ നിർത്തിയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓപ്പോസിറ്റ് സൈഡും. അതിൻ്റെ ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത ഭാഗം വരെ, അതായത് ഓപ്പോസിറ്റ് സൈഡത്തെ ആദ്യത്തെ സൈഡത്തെ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഇപ്പുറത്തെ ഫോൾഡ് ചെയ്ത ഭാഗം വരെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുകയായിട്ട് ചെയ്യുക. അതിൻ്റെ ശേഷം ക്ലോത്തിനെ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് എൻ്റെ വശം എത്തുമ്പോൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നമ്മളിതുപോലെ ഒന്ന് മർദ്ദിക്കി കൊടുക്കുകയായിട്ട് ചെയ്യണത്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് അവിടെ നിർത്തുക, സൂചി അവിടെ നിർത്തുക. അതിന് ശേഷം തുണീനെ നേരെ തിരിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കംപ്ലീറ്റ് നമുക്ക് ഒരൊറ്റ സ്റ്റിച്ചിൽ തന്നെ. ഇനി നമുക്ക് കുറച്ച് മുകളിലേക്ക് ആക്കണം എന്നുണ്ട് എന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. മുകളിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റിച്ച് മേലേക്ക് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ താഴെ മറ്റേ മുന്നത്തെ സ്ലിറ്റ് അടിച്ചില്ലേ, അപ്പോൾ ആ ഒരു എൻഡ് വശം വരെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇപ്പോൾ ഒരൊറ്റ സ്റ്റിച്ചിങ്ങിൽ തന്നെ നമ്മുടെ 2 സൈഡത്തെ സ്ലിറ്റ് അടിക്കലും അതുപോലെ തന്നെ 2 സൈഡത്തെ ടോപ്പിൻ്റെ എൻഡ് വശം ഫിനിഷ് ചെയ്യലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്ലോത്ത് ചെയ്യുന്നെടുത്ത് മാർക്കിങ് എല്ലാം കറക്റ്റ് ആവണം. കാരണം ഫസ്റ്റ് തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ലെങ്ത്തും അതുപോലെ തന്നെ ഹിപ്പ് റൗണ്ടിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ തുണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷനൊക്കെ വരും. അപ്പോൾ നമുക്ക് അളവൊക്കെ നോക്കേണ്ടി വരും. നമ്മളെല്ലാം ക്ലിയർ ചെയ്തിട്ടാണെന്ന് വെച്ചെങ്കിൽ പിന്നീട് നമുക്കത് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്ലിറ്റിൻ്റെ ഭാഗമാണെങ്കിലും അടിവശമാണെങ്കിലും ഒക്കെ. ഇനി നമുക്ക് താഴെ ഭാഗത്തൊരു ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഒരു ബ്ലാക്ക് ലേസ് അറ്റാച്ച് ചെയ്യേണ്ട. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.